ഇന്ന് ഏപ്രിൽ 2 വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ. ലോകത്ത് 2008 മുതലാണ് ഓട്ടിസം ഡേ ആചരിച്ചു വരുന്നത്. ഈ അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കും അതിലുപരി സമൂഹത്തിനും പൂർണ്ണ ബോധവൽക്കരണം നൽകുക എന്നതാണ് ഈ ദിവസത്തിൻ്റെ ലക്ഷ്യം. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഓട്ടിസം അവയർനെസ്സിനായി ആൽഫ പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ സെൻറ്റർ സ്പെക്ട്ര 2024 അവതരിപ്പിക്കുന്നു. പലതരത്തിലുള്ള ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ അവയർനെസ് വർക്ക്ഷോപ്പ്. അതിനായി ഈ വിഷയത്തിൽ അതിപ്രഗത്ഭനായ ഒരു അതിഥി കൂടി നമ്മൾക്ക് ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഒഫീഷ്യൽ പ്രോഗ്രാമിന് മുന്നോടിയായി ആൽഫയിലെ കുരുന്നുകളുടെ തീം പ്രസൻറ്റേഷനും ഒരു മ്യൂസിക് കൺസേർട്ടുമാണ് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ വരുന്നത്. സോ ആദ്യമായി ആൽഫ സ്കൂൾ റെഡിനെസ് സെൻറ്ററിലെ കുട്ടികളെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. गजब सी अलग ही सही, थोड़ी सी जिद्दी है दुनिया मेरी, है ऐसा कोई मुझ में नहीं, तू जैसा है जो वैसा वही, बने न पाऊं मैं कहीं, ना जानूं क्या गलत क्या सही. सा हूँ मैं चमकता नहीं, तुझसा ही हूँ बस न फर्क है कहीं, कहीं तेरे आगे कहीं पे नहीं, बहुत खास हूँ पर अलग में नहीं, है ऐसा कोई मुझ में नहीं, तू जैसा है जो वैसा वही. I may have trouble using words, I may have a few more challenges than you, but I'm a good kid in this world. I have autism. Will you be my friend? I may have trouble using words, I may have a few more challenges than you, but I'm a good kid in this world. I have autism. I'm easy, but I hear everything you say. Reach out and touch me. I need to feel your
വേൾഡ് ഓട്ടിസം ഡേ, അതായത് April 2 വേൾഡ് ഓട്ടിസം ഡേയും അതിൻ്റെ ഒരു അവയർനെസ് പ്രോഗ്രാമും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും അറിയാം, നമ്മൾ ലാസ്റ്റ് ഒരു 1 month ബിഫോറാണ് നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഒരു ഇനോഗ്രേഷൻ നമ്മളുടെ ആലുവ സെൻറ്റർ ബേസ്ഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിനകത്ത് നമ്മൾ കൂടുതലും കുട്ടികളുടെ കഴിവുകൾ നേരത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടും അതിനെ പ്രൊമോട്ട് ചെയ്ത് അവരെ മെയിൻ സ്ട്രീം ഓഫ് ദി സൊസൈറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ആ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നമ്മൾ ഇപ്പോൾ അതിൻ്റെ ഒരു തറക്കല്ല് ഇട്ടതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായി നമ്മളുടെ ചെറിയ പരിമിതമായ സ്ഥലത്ത് നിന്ന് നമ്മളുടെ കുഞ്ഞുങ്ങളിൽ വളരെ നേരത്തെ തന്നെ അൽഫയുടെ 5-6 അല്ലെങ്കിൽ ഒരു 8 വർഷത്തോളം ഒക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറും അതുപോലെ തന്നെ ന്യൂറോ ഡൈവേഴ്സിറ്റി ആസ്പെക്റ്റിലുള്ള ലേണിംഗ് പ്രോബ്ലം ഉള്ള കുഞ്ഞുങ്ങളും ADHD പോലുള്ള അവസ്ഥയിലുള്ള കുട്ടികളെയൊക്കെ ഈ പല തരത്തിലുള്ള കഴിവുകൾ നമുക്ക് കണ്ടെത്തി ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്ക് മുൻനിരയിലേക്ക് എത്തിക്കാൻ പറ്റി. അവരുടെ ഒരു ചെറിയ ഒരു മ്യൂസിക് കൺസേർട്ടാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലായിട്ട് നമ്മളുടെ കുഞ്ഞുങ്ങളെ ഒരു ചെറിയ പരിമിതമായ സമയത്തിനുള്ളിൽ നമ്മളൊരു മ്യൂസിക് പരിശീലനം നടത്തി അതിൻ്റെ ഒരു ചെറിയ പ്രോഗ്രാമാണ് നമ്മളുടെ ആലുവ ലേണിംഗ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിലെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് മുമ്പിലായിട്ട് കാഴ്ചവെക്കുന്നത്. എല്ലാവരും ഇവർക്ക് നല്ല ഒരു പ്രോത്സാഹനം നൽകണം. ഇത് ഒരു നല്ലൊരു തുടക്കം, അവരുടെ കഴിവുകളെ സമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിക്കാനുള്ള ഒരു നല്ല ഒരു വേദിയാകട്ടെ. അത് നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കാനായിട്ട് നമ്മളുടെ കുഞ്ഞുങ്ങളെല്ലാം റെഡി ആയിരിക്കുവാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു. നീരജ് ആലുവ സെൻറ്ററിൽ ഉണ്ട്. നബീൽ, അമാൻ, മിച്ചു. ഇവരെല്ലാവരുമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വിരുന്നൊരുക്കുന്നത്. ഇതിൽ അമാൻ, മിച്ചു ഒക്കെ നമ്മളുടെ സ്പെക്ട്രം ഡിസോർഡറിൻ്റെ അണ്ടറിൽ 5-6 വർഷമായിട്ട് അൽഫയുടെ ട്രെയിൻഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അമാന് നമുക്കറിയാം വെർബൽ കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലായിരുന്നു, എങ്കിലും ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ പറയുന്ന, വെർബലി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കുഞ്ഞായിട്ട് അവന് മാറാൻ പറ്റിയിട്ടുണ്ട്. അത് ചെറുപ്പത്തിലുള്ള ഏർലി ഡിറ്റക്ഷനിലൂടെയും ഇൻ്റർവെൻഷനിലൂടെയുമാണ് അത്രയും ചേഞ്ചസ് ഉണ്ടായത്.